Hello students, welcome to the discussion of the poem A Song for St. Cecilia's Day. It's written by John Dryden. John Dryden, 1631 to 1700. He was an English poet, dramatist and literary critic who so dominated the literary scene of his day that it came to be known as Age of Dryden. അദ്ദേഹത്തിന് ഈ ഡ്രൈഡൻ്റെ കാലഘട്ടം ലിറ്ററേച്ചറിൽ അറിയപ്പെടുന്നത് ഏജ് ഓഫ് ഡ്രൈഡൻ എന്നായിരുന്നു. കാരണം അദ്ദേഹം ലിറ്ററേച്ചറിലെ എല്ലാ ഫീൽഡിലും പോയിറ്റായിരുന്നു, ഡ്രമാറ്റിസ്റ്റായിരുന്നു. അറ്റ് ദ സെയിം ടൈം ഹി വാസ് എ ക്രിറ്റിക് ഓൾസോ. എല്ലാ ലിറ്ററേച്ചറിൻ്റെ എല്ലാ ഫീൽഡിലും ഡൊമിനേറ്റ് ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഡ്രൈഡൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടം ഏജ് ഓഫ് ഡ്രൈഡൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഹി വാസ് എ പോയറ്റ് ലോറേറ്റ് ഓൾസോ. ഒരു പോയറ്റ് ലോറേറ്റും കൂടിയായിരുന്നു. ഇംഗ്ലണ്ടിലെ പോയറ്റ് ലോറേറ്റ് ആയിരുന്നു. അത് 1668 അദ്ദേഹം പോയറ്റ് ലോറേറ്റ് ആയിരുന്നത്. അദ്ദേഹത്തിൻ്റെ ലിറ്റററി വർക്ക്സ് ആനസ് മിറാബിലസ്, അബ്സാലം ആൻഡ് അക്കിറ്റോഫൽ, മാക് ഫ്ലക്നോ, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ലിറ്റററി വർക്ക്സ് ആണ്. നമുക്ക് പഠിക്കാനുള്ള ഈ പോയം എ സോങ് ഫോർ സെൻറ്റ് സിസിലിയാസ് ഡേ. ഇറ്റ് ഈസ് എൻ ഓഡ്. ഓഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇറ്റ് ഈസ് അഡ്രസ്ഡ് ടു എ പേഴ്സൺ സംവൺ. ആർക്കെങ്കിലും അഡ്രസ്സ് ചെയ്യുന്ന ഒരു പോയമാണ് ഓഡ്. അപ്പോൾ നമ്മൾ ഇവിടെ ഈ പോയം ഇറ്റ് ഈസ് അഡ്രസ്ഡ് ടു സെൻറ്റ് സിസിലിയയെ അഡ്രസ്സ് ചെയ്ത് ഒരു പോയമാണ്. സെൻറ്റ് സിസിലിയ, ഷി വാസ് എ ക്രിസ്ത്യൻ മാർട്ടിയർ. അവൾ ഒരു ക്രിസ്ത്യൻ മാർട്ടിയർ ആയിരുന്നു. ആൻഡ് ഷി വാസ് കൺസിഡർഡ് ടു ബി ദ പാട്രൺ സെയിൻറ്റ് ഓഫ് മ്യൂസിക് ഓൾസോ. മ്യൂസിക്കിൻ്റെ ഒരു പാട്രൺ ആയിട്ടാണ് സെൻറ്റ് സിസിലിയയെ കൺസിഡർ ചെയ്യുന്നത്. ഈ സെൻറ്റ് സിസിലിയ ഈസ് ബിലീവ്ഡ് ടു ബി the inventor of the instrument called organ. മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റായ ഓർഗൻ അവർ കണ്ടുപിടിച്ച വ്യക്തിയായിട്ടാണ് സെൻറ്റ് സിസിലിയ അറിയപ്പെടുന്നത്. ഇവരുടെ ഒരു കൊമമെമ്പറേറ്റ് അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫീസ്റ്റ് 22 നവംബറിൽ നടത്തി വരാറുണ്ടായിരുന്നു. 22 നവംബർ അവർക്ക് വേണ്ടി ഒരു ഫീസ്റ്റ് നടത്താറുണ്ട്. ഈ ഫീസ്റ്റിന് പെർഫോം ചെയ്യാൻ വേണ്ടിയായിരുന്നു ഈ പോയം എഴുതിയത്, എ സോങ് ഫോർ സെൻറ്റ് സിസിലിയാസ് ഡേ. സോ ലെറ്റ്സ് ലുക്ക് അറ്റ് ദ പോം. ഫ്രം ഹെവൻലി ഹാർമണി ദിസ് യൂണിവേഴ്സൽ ഫ്രെയിം ബിഗാൻ. When nature underneath a heap of jarring atoms lay and could not leave her head, the tuneful voice was heard from high, "Arise, ye more than dead." Then cooled and hot and moist and dry, in order to their stations a leap, and music's power obey, from heavenly harmony. This universal frame began. From harmony to harmony, through all the compass of the notes it ran, the dayspan closing in full man. ഇവിടെ പറയുന്നത് ഹാർമണിയിൽ നിന്നാണ് ദ ഹോൾ യൂണിവേഴ്സ് ക്രിയേറ്റഡ് ഔട്ട് ഓഫ് ദി ഹാർമണി. അത് സാധാ ഹാർമണി അല്ല. ഹാർമണി പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒരു മ്യൂസിക്കൽ ടേമാണ്. അതായത് എല്ലാ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസും കൂടി പ്ലേ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഹാർമണി, അതിനെയാണ് എന്ത് പറയുന്നത്, ഒരു മ്യൂസിക് ഹാർമണി എന്ന് പറയുന്നത് അല്ലേ. എല്ലാ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസും കൂടി പ്ലേ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ മ്യൂസിക്കൽ എഫക്റ്റിനെയാണ് നമ്മൾ ഹാർമണി എന്ന് വിളിക്കുന്നത്. ഇത് ഈസ് ഹാർമണി കൺട്രോൾ ചെയ്യുന്നത്, ഇറ്റ് ഈസ് കൺട്രോൾഡ് ബൈ ഗോഡ്. ഈ ഹാർമണിയിൽ നിന്നാണ് ഹോൾ യൂണിവേഴ്സ് ഉണ്ടായത് എന്നാണ് ഈ സ്റ്റാൻസയിൽ പറയുന്നത്. The universal frame began with this harmony when nature was nothing a heap of jarring atoms. ആദ്യം പ്രകൃതിയിലെ വെറും ആറ്റംസ് അല്ലെങ്കിൽ പ്രകൃതി വെറും കയോസിലായിരുന്നു, ഡിസോർഡർ അവസ്ഥയിലായിരുന്നു പ്രകൃതി. ഇവിടെ പറയുന്നുണ്ട് പ്രകൃതി അണ്ടർനീത്ത് ഹീപ്പ് ഓഫ് ജാറിങ് ആറ്റംസിൻ്റെ അടിയിലായി കിടക്കുകയാണ്. ഹീപ്പാണ്, കൂമ്പാരം ആറ്റംസിൻ്റെ ഇടയിൽ കിടക്കുകയാണ് ഈ നേച്ചർ. ആൻഡ് കുഡ് നോട്ട് ഹീവ് ഹെർ ഹെഡ്. അവൾക്ക് അവളുടെ തല പൊക്കാൻ പോലും അറിയുന്നില്ല. ഇവിടെ നേച്ചറിനെ പേഴ്സോണിഫൈ ചെയ്തുകൊണ്ട് പറയുകയാണ്. ആ സമയത്താണ് ദ ട്യൂൺഫുൾ വോയിസ് വാസ് ഹേർഡ് ഫ്രം ഹൈ, എറേസ് യു മോർ ദാൻ ഡെഡ്.
അവിടെ നിന്ന് എഴുന്നേൽക്കാനുള്ള ഒരു ട്യൂൺഫുൾ വോയിസ് കേൾക്കുന്നത്. അങ്ങനെയാണ് പ്രകൃതി അതിൽ നിന്ന് പുറത്തു വരുന്നത്. ദെൻ കോൾഡ് ആൻഡ് ഹോട്ട് ആൻഡ്, അതായത് ഇവിടെ ക്രിസ്ത്യൻ സ്റ്റോറി ഓഫ് ക്രിയേഷൻ, അതായത് നമുക്കറിയാം അക്കോർഡിംഗ് ടു ബുക്ക് ഓഫ് ജെനസിസ്, ഉൽപ്പത്തി പുസ്തകം എന്ന് മലയാളത്തിൽ പറയും. അതിനനുസരിച്ച് ഗോഡ് ക്രിയേറ്റഡ് വൺ ബൈ വൺ, ഗോഡ് ആദ്യം ഓരോന്ന് സൃഷ്ടിച്ചു അല്ലേ, ഭൂമി, പ്ലാന്റ്സ്, അനിമൽസ്, അങ്ങനെ അവസാനം ഗോഡ് ക്രിയേറ്റഡ് മാൻ ആസ് ഹിസ് ഇമേജ്, ദെൻ ഗോഡ് റെസ്റ്റഡ്, അങ്ങനെയൊക്കെയല്ലേ നമ്മൾ പറയുന്നത്. അങ്ങനെ ആ ഒരു ഇതാണ് ഇവിടെയും പറയുന്നത്. അതായത് പ്രകൃതി ആദ്യം ഒരു കൂമ്പാരമായി കിടക്കുന്ന ആറ്റംസ് ആയിരുന്നു, അതിൻ്റെ അടിയിലായിരുന്നു പ്രകൃതി. അതിൽ നിന്ന് പ്രകൃതിയെ വിളിച്ചു. ദ ട്യൂൺഫുൾ വോയിസ് വാസ് ഹെഡ് ഫ്രം ഹൈ, എറേസ് എ മോർ ദാൻ ഡെഡ്. Then cold and hot and moist and dry, in order to their station sleep, and music's power obey. അതായത് ഇവിടെ എല്ലാം കോൾഡ്, ഹോട്ട്, മോയിസ്റ്റ്, ഡ്രൈ ഇതെല്ലാം വേണം ഭൂമിയിൽ. അപ്പോൾ ഇത് നമ്മൾ പറയുന്ന പോലെ ഈ കോൾഡ് എയർ ആണ്, ഹോട്ട് ഫയർ, മോയിസ്റ്റ് വാട്ടർ, ഡ്രൈ ലാൻഡ്, അതായത് എർത്ത്, ഇതെല്ലാം അവരവരുടെ സ്റ്റേഷനിലേക്ക് ലീപ്പ് ചെയ്തു. ആൻഡ് മ്യൂസിക്സ് പവർ ഒബേ, മ്യൂസിക്കിൻ്റെ പവർ അനുസരിച്ച് ഇതെല്ലാം അതിൻ്റെ പ്ലേസിലേക്ക് പോയി. അതായത് ഗോഡ്സ് ക്രിയേഷനാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഔട്ട് ഓഫ് ദിസ് മ്യൂസിക്കൽ ഹാർമണി ഗോഡ് ക്രിയേറ്റഡ് എവറിത്തിങ്. ഫ്രം ഹെവൻലി ഹാർമണി ദിസ് യൂണിവേഴ്സൽ ഫ്രെയിം ബിഗാൻ. ഫ്രം ഹാർമണി ടു ഹാർമണി ത്രൂ ഓൾ ദ കോമ്പസ് ഓഫ് ദ നോട്ട്സ് ഇറ്റ് റാൻ, ദ ഡയസ്പാൻ ക്ലോസിങ് ഫുൾ ഇൻ മാൻ. അപ്പോൾ അവിടെ നോട്ട്സ് നമുക്കറിയാം, എല്ലാ മ്യൂസിക്കൽ നോട്ട്സും എൻഡ് ചെയ്ത് ആരോഹണവും അവരോഹണവും ഉണ്ട് അല്ലേ, എല്ലാം എൻഡ് ചെയ്തപ്പോൾ ആ ഫുള്ളായിട്ട് എൻഡ് ചെയ്ത ആ മ്യൂസിക്കൽ നോട്ട്സിൻ്റെ അവസാനമുണ്ടായ ക്രിയേഷനാണ് മാൻ. അതാണ് അവിടെ പറയുന്നത്. ലാസ്റ്റ് ദ ക്രിയേഷൻ ഓഫ് മാൻ ഒക്കേർഡ്. അവിടെ ലാസ്റ്റ് ഉണ്ടായ ക്രിയേഷനാണ് മനുഷ്യൻ. Then, what passion cannot music raise and quell? When Jubal struck the chorded shell, his listening brethren stood around and wondering on their faces fell to worship that celestial sound. Less than a god they thought here could not dwell within the hollow of that shell, so that spoke so sweetly and so well. What passion cannot music raise and quell? ഇവിടെ സെക്കൻഡ് സ്റ്റാൻസിൽ ഒരു ബിബ്ലിക്കൽ പേഴ്സണായ ജുബാലിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് അവിടെ പറയുന്ന മ്യൂസിക്കിന് ഏത് എക്സ്ട്രീം പാഷനും ഉണ്ടാക്കാനും കഴിയും, ക്വൽ ചെയ്യാനും, അതിനെ ലിമിറ്റ് ചെയ്യാനും കഴിയും. അത് പവർ ഓഫ് മ്യൂസിക്കാണ് ഇവിടെ പറയുന്നത്. ഈ ജുബാൽ കോഡഡ് ഷെല്ല് സ്ട്രക്ക് ചെയ്തപ്പോൾ ആ ഇൻസ്ട്രുമെൻറ്റ്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് വായിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫെല്ലോ പീപ്പിൾ, അദ്ദേഹത്തിൻ്റെ ഒപ്പമുണ്ടായിരുന്ന ആ ജനങ്ങൾ സ്റ്റുഡ് എറൗണ്ട് ഹിം വണ്ടറിങ് അബൌട്ട് ഹിസ് കോമ്പോസിഷൻ. ഓൺ ദെയർ ഫേസസ് ദെർ വാസ് എൻ ഓവ് ഇൻസ്പയറിംഗ് ലുക്ക്. എല്ലാവരുടെയും ഫേസിലും ഒരു their faces felt to worship that celestial sound. ആ സെലസ്റ്റിയൽ സൗണ്ടിനെ വേർഷിപ്പ് ചെയ്യുന്ന, ആരാധനിക്കുന്ന ഒരു ഭാവമായിരുന്നു അവരുടെ മുഖത്ത് ഉണ്ടായിരുന്നത്. ലെസ് ദാൻ എ ഗോഡ് ദേ തോട്ട് ദെയർ കുഡ് നോട്ട് ഡെൽ. അവർ പറയുന്നത് ഈ ബൈബിളിൽ ജുബാലിനെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ആൻസിസ്റ്റർ ഓഫ് ഓൾ ഹൂ പ്ലേഡ് ദ ഹാർപ്പ് ആൻഡ് ഫ്ലൂട്ട്. ഹാർപ്പും ഫ്ലൂട്ടും പ്ലേ ചെയ്ത എല്ലാവരുടെയും ആൻസസ്റ്റർ, അവരുടെ എല്ലാം പൂർവികനായിട്ടാണ് ഈ ജുബാലിനെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഹാർപ്പ് പോലുള്ള ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റാണ് ഈ ജുബാൽ പ്ലേ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവർ അത് കേട്ട് എല്ലാവരും ഈ സെലസ്റ്റിയൽ സൗണ്ടിനെ വളരെ വേർഷിപ്പ്, ആരാധനയോടെ കാണുകയാണ്. ലെസ് ദാൻ എ ഗോഡ് ദേ തോട്ട് ദെയർ കുഡ് നോട്ട് ഡ്വെൽ വിത്തിൻ ദ ഹോളോ ഓഫ് ദാറ്റ് ഷെൽ ദാറ്റ് സ്പോക്ക് സോ സ്വീറ്റ്ലി ആൻഡ് സോ വെൽ. അപ്പോൾ അവർ പറയുന്നത് എന്താ വെച്ചാൽ, ദൈവത്തിൽ കുറഞ്ഞൊന്നും അവിടെ താമസിക്കുന്നില്ല ഈ ഷെല്ലിൻ്റെ ഹോളോയിൽ. കാരണം അത്രയും സ്വീറ്റായിട്ട്, അത്രയും വെള്ളമായിട്ട് ഉള്ള ഒരു സൗണ്ടാണ് അതിൽ നിന്ന് ഉണ്ടാകുന്നത്. വാട്ട് പാഷൻ കനോട്ട് മ്യൂസിക് റേസ് ആൻഡ് ക്വൽ. ഇവിടെ ഏത് തരം പാഷനെയാണ് മ്യൂസിക്കിന് ഉണർത്താൻ പറ്റാത്തത്, അല്ലെങ്കിൽ മ്യൂസിക്കിന് ലിമിറ്റ് ചെയ്യാൻ പറ്റാത്ത പാഷൻ എന്താണുള്ളത്? ആ പവേഴ്സ് ഓഫ് മ്യൂസിക്കാണ് ഈ സെക്കൻഡ് സ്റ്റാൻസിൽ പറയുന്നത്. പവർ ഓഫ് മ്യൂസിക്.
Third stanza. The trumpet's loud clangor excites us to arms, with shrill notes of anger and mortal alarms. The double beat of the thundering drum cries, "Hark the foes come! Charge, charge! It's too late to retreat." ഇപ്പോൾ ഓരോ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റും ഉണ്ടാക്കുന്ന ഹ്യൂമൻ ഇമോഷൻസ് പറയുകയാണ്. ട്രംപറ്റ് സൗണ്ട്, അതിൻ്റെ ലൗഡ് ക്ലാങ്കർ, അതൊരു തരം ഈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റാണ് ട്രംപറ്റ്. അതിൻ്റെ സൗണ്ട് ലിസണേഴ്സിനെ അതായത് എക്സൈറ്റ് ചെയ്യുന്നു. ലിസണേഴ്സ് ആംസ് എടുക്കാൻ, വെപ്പൺസ് എടുക്കാൻ ഇതാവുന്നു. അതായത് സോൾജേഴ്സ് ഗെറ്റിംഗ് റെഡി ഫോർ എ ബാറ്റിൽ. അവിടെ അവർക്ക് കേൾക്കേണ്ട ശബ്ദം എന്താണ്? ട്രംപറ്റിൻ്റെ സൗണ്ടാണ്. ഓരോ ഹ്യൂമൻ ഇമോഷൻസും ഏതൊക്കെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് കാരണം റേസ് ആവുന്നു എന്നാണ് കാണിക്കുന്നത്. പിന്നെ അതായത് ട്രംപറ്റ് അവരുടെ ആങ്കറിനെ ഉണർത്തുന്ന ഒരു സൗണ്ടാണ്. ഇറ്റ് ഈസ് ഓഫൺ യൂസ് ടു ഗിവ് മോർട്ടൽ അലാംസ്. അതേസമയം ബീറ്റിംഗ് ഓഫ് തണ്ടറിങ് ഡ്രം എന്താണ്? ക്രൈ ആൻഡ് ഹാർക്സ് ദ അറൈവൽ ഓഫ് എനിമി ഫോഴ്സസ്. ശത്രുക്കൾ വരും എന്നുള്ള ശത്രുക്കൾ വരും എന്നുള്ള ഒരു സൂചന കാണിക്കാൻ വേണ്ടിയാണ് ഈ തണ്ടറിങ് ഡ്രമ്മിൻ്റെ സൗണ്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ സോൾജേഴ്സ് ക്രൈ ഔട്ട് ചെയ്യും, ചാർജ്, ചാർജ്, ഇറ്റ്സ് ടു ലേറ്റ് ടു റിട്രീറ്റ്. അതായത് അവരും റെഡി ആവണം, കാരണം ശത്രുക്കൾ എത്തിക്കഴിഞ്ഞു എന്നുള്ള ഒരു സൂചനയാണ് തണ്ടറിങ് ഡ്രം തരുന്നത്. അപ്പോൾ the soft complaining flute in dying notes discovers the woes of hopeless lovers whose dirge is whispered by the warbling lute. ഇനി ലൂട്ടിൻ്റെ സൗണ്ടിനെ കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത്. ഇവിടെ ലൂട്ട് സോഫ്റ്റ് സൗണ്ടാണ് ഉണ്ടാക്കുന്നത്. അത് ഒരു കംപ്ലൈനിങ് വോയിസ് പോലെയാണ്. അതിൻ്റെ ഡൈങ് നോട്ട്സിൽ ലിസണേഴ്സിന് നമുക്ക് ഒരു ഹോപ്പ്ലെസ് ലവേഴ്സ്, അവരുടെ പരാതികൾ ഒക്കെയാണ് ഇതിൽ കൂടുതലായിട്ട് ഒരു ഓടക്കുഴലിൽ ഫ്ലൂട്ടിൽ ഉണ്ടാവുന്നത്. അതായത് അവിടെ ഒരു ലവേഴ്സിൻ്റെ വോസ്, അതൊക്കെയാണ് ഈ സോഫ്റ്റാണ്, കംപ്ലൈനിങ് ഫ്ലൂട്ടാണ് എന്നാണ് പറയുന്നത്. അവിടെ ഉണ്ടാകുന്ന ഒരു ഹ്യൂമൻ ഇമോഷൻ അതാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഒരു ലവേഴ്സിൻ്റെ ഹോപ്പ്ലെസ് വോസ്. ഷാർപ്പ് വയലിൻസ് പ്രൊക്ലെയിം ദെയർ ജലസ് പാങ്സ് ആൻഡ് ഡെസ്പിറേഷൻ, ഫ്യൂറി, ഫ്രാൻറ്റിക് ഇൻഡിഗ്നേഷൻ. അപ്പോൾ ഡെപ്ത് ഓഫ് പെയിൻസ് ആൻഡ് ഹൈറ്റ് ഓഫ് പാഷൻ ഫോർ ദ ഫെയർ ഡിസ്ഡെയിൻഫുൾ ഡെയിം. വയലിൻ എന്താണ്? ചില സമയത്ത് ഷാർപ്പ് വയലിൻ ജലസ് പാങ്സ് ആണ്. വയലിൻ ഈസ് ഡെസ്പറേറ്റ് ടു എക്സ്പ്രസ് ദ പ്ലേയേഴ്സ് ഫ്യൂറി ആൻഡ് ഫ്രാൻറ്റിക് ഇൻഡിഗ്നേഷൻ. ഇൻ ദ ഇൻസ്ട്രുമെൻറ്റ് കനോട്ട് ബി ഒഫെൻഡഡ്, ദ യൂസർ ഓർ ദ മ്യൂസിഷ്യൻ ഈസ് ഒഫെൻഡഡ്. യെസ്, ദെർഫോർ ഡ്രൈഡൻ ഇവിടെ പറയുന്നത് സ്പീക്കർ ഇത് സൗണ്ട് കേൾക്കുമ്പോൾ ഈ സൗണ്ട് മ്യൂസിഷ്യൻ്റെ ഡെപ്ത് ഓഫ് പെയിന് അല്ലെങ്കിൽ ഹൈറ്റ് ഓഫ് പാഷൻ ഇതെന്തെങ്കിലും ആയിരിക്കും ഈ സൗണ്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ വയലിൻ പ്ലെയർ ഒരുപക്ഷെ ഒരു അൺറിക്വിറ്റഡ് ലവ്, തിരിച്ചു കിട്ടാത്ത ഒരു സ്നേഹത്തിനോ അല്ലെങ്കിൽ ഒരു സക്സസ് ആവാത്ത സ്നേഹത്തിൻ്റെ വിക്റ്റിമായിരിക്കും. അപ്പോൾ മ്യൂസിയമാണ്, അതിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ ലവ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ആസ് വെൽ ആസ് ഈസ് പെയിൻ. അപ്പോൾ ഇതെല്ലാം നമ്മൾക്ക് ഈ വയലിൻ സൗണ്ട് കേൾക്കുന്ന ആളുകൾക്ക്, ലിസണേഴ്സിന് ഇതെല്ലാം റിയലൈസ് ചെയ്യാൻ കഴിയുന്നു. But what art can teach, what human voice can reach the sacred organ's praise. നോക്കൂ, ലാസ്റ്റ് പറയുന്നത് ഇപ്പം നമ്മൾ ഡിഫറെൻറ്റ് ഇൻസ്ട്രുമെൻസിൻ്റെ ക്വാളിറ്റീസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ തേർഡ് ഈ സ്റ്റാൻസയിൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത് സെൻറ്റ് സിസിലിയയുടെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റായ ഓർഗനാണ്. അപ്പോൾ ഇവിടെ പറയുന്ന ഹ്യൂമൻ വോയിസിനൊന്നും ഒരിക്കലും ദ സേക്രഡ് ഓർഗൻസ് അവിടെ എത്താൻ കഴിയില്ല. ദ ഹ്യൂമൻ വോയിസ് കനോട്ട് റീച്ച് ദ ഹൈറ്റ് ഓഫ് ദ സേക്രഡ് ഓർഗൻസ് പ്രൈസ്. ഇവിടെ നൺ ക്യാൻ ടീച്ച് ദിസ് ആർട്ട് ടു ഹ്യൂമൻ ബീയിങ് അൺലെസ് ദ യൂസർ ഹാസ് കം unless
the user has some divine inspiration or a heavenly spirit. യൂസർക്ക് ഒരു ഡിവൈൻ ഇൻസ്പിരേഷനോ അല്ലെങ്കിൽ ഒരു ഹെവൻലി സ്പിരിറ്റോ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ സേക്രഡ് ഓർഗൻ വായിക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ആർക്കും ഒരു ഹ്യൂമൻ വോയിസിനും അവിടെ എത്താൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ സെയിൻറ്റ് സിസിലിയയുടെ റെഫറൻസ് ഉണ്ട്. അവർക്ക് അങ്ങനെ ഒരു ഡിവൈൻ ഇൻസ്പിരേഷൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് അവർ ഓർഗൻ വായിച്ചിരുന്നത്. അത് കാരണം ഒരു ഹ്യൂമൻ വോയിസിനും ഓർഗൻ വായിക്കാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. കനോട്ട് റീച്ച് ദ ഹൈറ്റ് ഓഫ് ദ സേക്രഡ് ഓർഗൻസ് പ്രേസ്. നൺ ക്യാൻ ടീച്ച് ദിസ് ഹാർട്ട് ടു ഹ്യൂമൻ ബീയിങ് അൺലെസ് ദ യൂസർ. ഒന്നെങ്കിൽ ഡിവൈൻ ഇൻസ്പിരേഷൻ വേണം, അല്ലെങ്കിൽ ഒരു ഹെവൻലി സ്പിരിറ്റ് വേണം. എങ്കിൽ മാത്രമാണ് ഈ ഓർഗൻ വായിക്കാൻ കഴിയുള്ളൂ. ഹെർ നോട്ട്സ് ഇൻസ്പയർഡ് ഹോളി ലവ് ഇൻ ഹ്യൂമൻസ്. അപ്പോൾ അവർ വായിക്കുന്ന നോട്ട്സിലൂടെ, മ്യൂസിക്കൽ നോട്ട്സിലൂടെ ഹ്യൂമൻസിൽ ഹോളി ലവാണ് ഉണ്ടാവുന്നത്, ഒരു പരിശുദ്ധമായ സ്നേഹം. അതുമാത്രമല്ല അവരുടെ കോമ്പോസിഷൻ സ്വർഗത്തിലെത്തുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ഡ്രൈഡൻ റെഫർ ചെയ്യുന്നത് ഹീലിംഗ് ആൻഡ് കൺസ്ട്രക്റ്റീവ് ക്വാളിറ്റീസ് ഓഫ് മ്യൂസിക്കാണ് പറയുന്നത്. ഇതിൽ മ്യൂസിക്കിൻ്റെ എന്തൊക്കെയാണ് ക്വാളിറ്റീസ്, കൺസ്ട്രക്റ്റ് ചെയ്യാനും ഹീൽ ചെയ്യാനുമുള്ള, പ്രത്യേകിച്ച് സെയിൻറ്റ് സിസിലിയാസ് മ്യൂസിക്. ഇനി അടുത്തത് നോക്കൂ. ഓർഫ്യൂസ് കുഡ് ലീഡ് ദ സാവേജ് റേസ് ആൻഡ് ട്രീസ് അപ്രൂട്ടഡ് ലെഫ്റ്റ് ദെയർ പ്ലേസ്. Sequentious of the lyre, but bright Cecilia raised the wonder higher. When to her organ vocal breath was given, an angel heard and straight appeared, mistaking earth for heaven. അപ്പോൾ ഓർഫ്യൂസ് പറഞ്ഞാൽ ഗ്രീക്ക് മിത്തോളജിയിലെ ഗ്രേറ്റ് പോയറ്റ് ആയിരുന്നു, മ്യൂസിഷ്യൻ ആയിരുന്നു. അപ്പോൾ ഇദ്ദേഹം ലൂട്ട് വായിക്കുമായിരുന്നു. ഈ ലൂട്ട് വായിച്ചുകൊണ്ട് തന്നെ ഗ്രീസിലുണ്ടായിരുന്ന സാവേജ് റേസ്, അന്നത്തെ റേസ് പറഞ്ഞാൽ അൺകൾച്ചേർഡ് റേസ് ആയിരുന്നു ആ സമയത്തുണ്ടായിരുന്നത്. അവർ ഓർഫ്യൂസിന് നയിക്കാൻ പറ്റിയിരുന്നു. ഈ വിത്ത് ഹിസ് മ്യൂസിക്, അദ്ദേഹത്തിൻ്റെ മ്യൂസിക്കിലൂടെ അദ്ദേഹത്തിന് ഈ സാവേജ് റേസ്, ഗ്രീസിലെ സാവേജ് റേസിനെ നയിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ഈസി, ബിക്കോസ് ദേ ആർ അൺകൾച്ചേർഡ് പീപ്പിൾ. അപ്പോൾ അവർ ഒബേ ചെയ്യും, റെസ്പെക്റ്റ് ചെയ്യുമായിരുന്നു. അതേപോലെ അദ്ദേഹത്തിൻ്റെ മ്യൂസിക് ഈ ഹ്യൂമൻ ബീങ്സിനെ മാത്രമല്ല, നേച്ചർ ഓൾസോ റെസ്പോൺസ് ചെയ്തിട്ട്, അതാണ് പറയുന്നത് ട്രീസ് അപ്രൂട്ടഡ് ലെഫ്റ്റ് ദെയർ പ്ലേസ്. ഈ ട്രീസ് ദ ട്രീസ് ഗോട്ട് അപ്രൂട്ടഡ് ഫ്രം ദെയർ പ്ലേസ്. ഈ അദ്ദേഹത്തിൻ്റെ മ്യൂസിക് കേട്ടാൽ ട്രീസ് പോലും അവിടെ സ്ഥലം അവിടെ നിന്ന് അൺറൂട്ട് ചെയ്ത് മാറുമായിരുന്നു എന്ന്. അത്രയധികം ഇഫക്റ്റായിരുന്നു അദ്ദേഹത്തിൻ്റെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റിനുണ്ടായത്. അക്കോർഡിംഗ് ടു ഡ്രൈഡൻ ഹി വാസ് ദ സെക്വേഷ്യസ് ഓഫ് ദ ലയർ. അതായത് ഹി പെർഫെക്റ്റഡ് ലയർ എന്നാണ് പറയുന്നത്. ലയർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്. ദെൻ ബട്ട് ബ്രൈറ്റ് സിസിലിയ റേസ്ഡ് ദ വണ്ടർ ഹൈ. പക്ഷെ അതിലും അത്ഭുതമാണ് സിസിലിയ പ്രവർത്തിച്ചത്. വെൻ ടു ഹെർ ഓർഗൻ വോക്കൽ ബ്രെത്ത് വാസ് ഗിവൺ. അവൾ ആ ഓർഗനിലൂടെ അവളുടെ വോക്കൽ ബ്രെത്ത് കൊടുത്തപ്പോൾ ഇറ്റ് റീച്ച്ഡ് ഹെവൻ. അത് സ്വർഗത്തിലെത്തി. ഒരു ഏഞ്ചൽ കേട്ട്, ആൻ ഏഞ്ചൽ ഹേർഡ് ഹെർ മ്യൂസിക് ആൻഡ് ഹീ സ്ട്രെയിറ്റ്ലി അപ്പിയേർഡ്, മിസ്റ്റേക്കിംഗ് എർത്ത് ഫോർ ഹെവൻ. ഇതെല്ലാം ഒരു ലെജൻഡാണ്. ഈ സെയിൻറ്റ് സിസിലിയ ഓർഗൻ വായിക്കുന്നത് കേട്ട് ഒരു ഏഞ്ചൽ കേട്ട് വിചാരിച്ചു ഇത് ഹെവനാണെന്ന്, എർത്ത് ഹെവനാണെന്ന് വിചാരിച്ച് അവളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. സച്ച് വാസ് ദ മാഗ്നിഫിഷൻസ് ഓഫ് സിസിലിയാസ് കോമ്പോസിഷൻ. ഇതാണ് പറയുന്നത്. ഇത്രയേ ഉള്ളൂ പോയം. പിന്നെയുള്ളൂ ഗ്രാൻഡ് കോറസ് ആണ്. ആസ് ഫ്രം ദ പവർ ഓഫ് സേക്രഡ് ലൈസ് ദ സ്പിയേഴ്സ് ബിഗാൻ ടു മൂവ് ആൻഡ് സങ് ദ ഗ്രേറ്റ് ക്രിയേറ്റേഴ്സ് പ്രൈസ് ടു ഓൾ ദ ബ്ലെസ്ഡ് അബവ്. സോ വെൻ ദ ലാസ്റ്റ് ആൻഡ് ഡ്രെഡ്ഫുൾ അവർ ദിസ് ക്രംബ്ലിംഗ് പേജൻ ഷാൾ devour, the trumpet shall be heard on high, the dead shall live, the living die, and music shall untune the sky. അതായത് ഈ ഗ്രാൻഡ് കോറസ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് മെൻറ്റ് ഫോർ ഓൾ
ഇറ്റ് വാസ് മെൻറ്റ് ഫോർ സങ് ഇൻ ബൈ ഓൾ ദ സിംഗേഴ്സ്. എല്ലാ പാട്ടുകാരും കൂടി പാടുന്നതാണ് ഗ്രാൻഡ് കോറസ്. കാരണം ഇത് നമ്മൾ പറഞ്ഞു, ഇതൊരു മ്യൂസിക്കൽ കോമ്പോസിഷനാണ്. ഇറ്റ് ഈസ് ഈ പോയം ഒരു പെർഫോമൻസിന് വേണ്ടി എഴുതിയതാണ്. അപ്പോൾ ഇത് പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്രാൻഡ് കോറസ് പാടുന്നതാണ് ലാസ്റ്റ് സെക്ഷൻ. ഈ ഡ്രൈഡൻ ഇതിൽ പറയുന്നത് പവർ ഓഫ് സിസിലിയ സേക്രഡ് ലേ ദ സ്പിയേഴ്സ് ബിഗാൻ ടു മൂവ്. അവരുടെ മ്യൂസിക് കാരണം, സിസിലിയയുടെ മ്യൂസിക് കാരണം സ്പിയേഴ്സ് എല്ലാം മൂവ് ചെയ്യാൻ തുടങ്ങി. ഹെർ മ്യൂസിക് ആർ ദ പവർ ടു ഇൻഫ്യൂസ് ലൈഫ് ഇൻ ടു ഓൾ ഇൻഅനിമേറ്റ് ഒബ്ജക്ട്സ്. ഇൻഅനിമേറ്റ് ഒബ്ജക്ട്സിനും കൂടി ലൈഫ് കൊടുക്കാൻ അവളുടെ മ്യൂസിക്കിന് കഴിഞ്ഞു. ഹിയറിംഗ് ഹെർ ഓർഗൻ ദേ കെയിം ഇൻ ടു ലൈഫ് ആൻഡ് സാങ് ദ ഗ്രേറ്റ് ക്രിയേറ്റേഴ്സ് പ്രൈസ്. They sang all for all the blessed angels residing in heaven. When the last and dreadful hour came, അതായത് ഡെത്ത് വന്നപ്പോൾ, the crumbling pageant shall devour the creation. The trumpet shall be heard in heaven. Those who have died will come to life and the living die. Along with that, her music will untune the sky. In this way, the poet referred to the mightiness of Cecilia's divine music കമ്പയറബിൾ ടു ദ പവർ ഓഫ് ഗോഡ്. അതായത് ദൈവത്തിൻ്റെ പവറുമായിട്ട് ഇവരുടെ ഡിവൈൻ മ്യൂസിക്കിനെ കമ്പയർ ചെയ്യുകയാണ് ഈ ലാസ്റ്റ് സെക്ഷനിൽ. അപ്പോൾ അത്രയും പവേഴ്സ് ഉള്ളതായിരുന്നു. ഡെഡ് ജീവിക്കുന്നു, ലിവിങ് ഡൈ ചെയ്യുന്നു. അങ്ങനെ അവരുടെ മ്യൂസിക്കിന് ഇല്ലാത്ത കഴിവുകളില്ല എന്നുള്ള ഒരു അർത്ഥം കൂടി ഉണ്ട് ഇവിടെ. അതായത് ദൈവത്തിൻ്റെ പവേഴ്സുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അത്രയും ഇറ്റ് ഈസ് ഡിവൈൻ മ്യൂസിക് കമ്പയർ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഓക്കെ, ലാസ്റ്റ് സെൻസിൽ